ഇന്ന് ER രാഗേഷാണ് പ്രസ് സ്റ്റോപ്പിൽ എനിക്കൊപ്പം ഉള്ളത്. പത്രവാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ER രാഗേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സത്യലക്ഷ്മി. എന്തൊക്കെയാണ് പത്രവിശേഷങ്ങൾ? ഓണം മൂടാണോ പത്രത്തിനും? ഓണം മൂടാണ്. കാരണം എല്ലാ പത്രങ്ങളിലും വളരെയധികം പരസ്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുമ്പോൾ. പക്ഷേ വാർത്തകളുണ്ട് തീർച്ചയായും. ഇപ്പോൾ നേരത്തെ സൈഫു റിപ്പോർട്ട് ചെയ്തപോലെ തന്നെ ജില്ലാ രൂപീകരണം സംബന്ധിച്ച വാർത്തകൾ എല്ലാ പത്രങ്ങളിലും ഉണ്ട്. ഒപ്പം തന്നെ പ്രതിപക്ഷ ഉപനേതാവ് സംബന്ധിച്ച തർക്കം അത് വിശദമായി തന്നെ ഉണ്ട്. നമുക്ക് പരിശോധിക്കാം. നമ്മൾ ആദ്യം പോകുന്നത് മലയാള മനോരമയിലാണ്. ഒരു ബൈലൈൻ വാർത്തയുമായാണ് ഒന്നാം പേജ് നൽകിയിട്ടുള്ളത് മലയാള മനോരമ. ശരിയാവില്ല മക്കളെ എന്നാണ് അതിന് തലക്കെട്ട്. കാരണം വാർദ്ധക്യത്തിൽ സംരക്ഷണമില്ല, നീതി തേടി 6000 മാതാപിതാക്കൾ എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. മക്കൾക്ക് കൈമാറിയ സ്വത്ത് ട്രൈബ്യൂണലുകൾ വഴി തിരിച്ചെഴുതി നൽകിയത് 135 കേസുകളിലാണ് എന്ന് പറയുന്നു ആ റിപ്പോർട്ടിൽ. കാരണം ജീവിതവും സമ്പാദ്യവും കൊടുത്തു വളർത്തിയ മക്കൾ ഇറക്കിവിട്ടെന്ന പരാതികളാണ് വയോജന മെയിൻ്റെനൻസ് ട്രൈബ്യൂണലുകളിലേറെയും എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. മക്കൾ സംരക്ഷിക്കുമെന്ന ഉറപ്പിൽ നടന്ന സ്വത്ത് കൈമാറ്റം പിന്നീട് സംരക്ഷണം ലഭിക്കാത്തതിനെ തുടർന്ന് 3 വർഷത്തിനിടെ റദ്ദാക്കിയത് 135 കേസുകളാണെന്ന കാര്യം കൂടി ആ റിപ്പോർട്ടിൽ പറയുകയാണ്. ഒപ്പം ഇതുകൂടാതെ 1050 കേസുകൾ മാതാപിതാക്കൾക്ക് അനുകൂലമായി ട്രൈബ്യൂണൽ തീർപ്പാക്കി തുടങ്ങിയ കാര്യങ്ങളും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാത്രമല്ല ട്രൈബ്യൂണൽ പരിഗണിക്കുന്ന പരാതികൾ ഏത് തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി ആ റിപ്പോർട്ടിലുണ്ട്. ഒപ്പം തന്നെ കാലതാമസം കേസുകൾ തീർപ്പാക്കുന്നതിൽ ഉണ്ടാകുന്നു എന്ന കാര്യം കൂടി അതിൽ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തയാണ്. നേരത്തെ മുഖ്യമന്ത്രിയൊക്കെ തന്നെ പ്രഖ്യാപനമൊക്കെ തന്നെ നടത്തിയതാണ്. അപ്പോൾ വാഹന മോഡിഫിക്കേഷൻ പറ്റില്ലെന്ന് ഹൈക്കോടതി. വണ്ടിയെ തൊട്ട് കളി വേണ്ട എന്നാണ് അതിന് തലക്കെട്ട്. പോലീസും നടപടിയെടുക്കണം എന്ന കാര്യമാണ് പറയുന്നത്. വാഹന മോഡിഫിക്കേഷനെതിരെ മോട്ടോർ വാഹന എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർക്കൊപ്പം പോലീസും കർശന നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി. ഒരു വാഹനത്തിൽ നടത്തുന്ന അനധികൃത രൂപമാറ്റം ഓരോന്നിനും 5000 രൂപ വീതം പിഴ ഈടാക്കണം എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഒപ്പം തന്നെ അടൂരിലെ രക്ഷാപ്രവർത്തനത്തിൽ പോയ ജീപ്പിന്റെ കാര്യം പറയുന്നുമുണ്ട് എടുത്തു തന്നെ. കാരണം 6 മോഡിഫിക്കേഷൻ ഉണ്ടായിട്ടും ആകെ 5000 രൂപ മാത്രം പിഴ ചുമത്തിയ പശ്ചാത്തലത്തിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് എന്ന കാര്യം കൂടി അതിനകത്ത് പറഞ്ഞു വെക്കുന്നു. മാത്രമല്ല കേരളത്തിന് മാത്രമായി ഇളവ് സാധിക്കില്ല എന്ന കാര്യം കൂടി ആ റിപ്പോർട്ടിനൊപ്പം തന്നെ ഒരു ബോക്സ് വാർത്തയായി മലയാളം മനോരമ നൽകുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു വാർത്ത നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം സംബന്ധിച്ചാണ്. പിണറായി പറഞ്ഞത് അതേപടി ഏറ്റെടുക്കാതെ LDF എന്നാണ് പറയുന്നത്. പ്രതിപക്ഷ നേതാവ് ഉദ്ദേശിച്ചത് എന്താണെന്നറിയില്ല എന്ന് LDF കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണമാണ്. അന്വേഷിച്ചിട്ട് പറയാം എന്ന് TP പറഞ്ഞ കാര്യം മനോരമ ഏതായാലും ഒന്നാം പേജിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. കാരണം പ്രതിപക്ഷ നേതാവ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് അറിയില്ലെന്നും അന്വേഷിച്ചിട്ട് പറയാമെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ മനോരമയോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. പ്രതിപക്ഷ നേതാവ് ആരായിരിക്കുമെന്ന് സ്പീക്കർ കത്ത് കൊടുക്കാൻ തീരുമാനിച്ചു എന്ന ചോദ്യത്തിന് അതേക്കുറിച്ച് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നായിരുന്നു LDF കൺവീനറുടെ പ്രതികരണം. അതേസമയം ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാൻ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തയ്യാറായില്ല എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. മാത്രവുമല്ല 3 മാസമായി CPI ആവശ്യപ്പെടുന്ന കാര്യത്തിൽ പരസ്യമായി CPIയുടെ ആവശ്യം തള്ളി പറയുന്നതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തിലൊക്കെ തന്നെ CPIക്ക് കടുത്ത അതൃപ്തിയുണ്ട് എന്ന കാര്യം കൂടി ആ റിപ്പോർട്ടിൽ ഏതായാലും പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് മലയാള മനോരമ. ഉൾപേജുകളിലേക്ക് വരുമ്പോൾ പുതിയ ജില്ല വരുമോ? പുതിയ ജില്ല എന്നാണ് മലയാള മനോരമ ചോദിക്കുന്നത്. ജില്ലാ രൂപീകരണം ചർച്ച സജീവമാക്കിയിരിക്കുകയാണ് മുഖ്യമന്ത്രി എന്ന കാര്യം കൂടി പറയുന്നു. മൂവാറ്റുപുഴ ജില്ല ആദ്യം പ്രഖ്യാപിച്ചത് K കരുണാകരനാണെന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ റിപ്പോർട്ടുകളുണ്ട്. അവസാനമായി ജില്ല രൂപീകരിച്ച 42 വർഷം മുൻപാണ്. കാസർഗോഡായിരുന്നു ആ ജില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. അവസാനം രൂപീകരിച്ച താലൂക്ക് അട്ടപ്പാടിയാണ് 5 വർഷം മുമ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ. അങ്ങനെ വിശദമായ കാര്യങ്ങൾ സഹിതമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓണത്തിന് ശേഷം ഉണ്ടാകും എന്ന കാര്യം കൂടി ആ റിപ്പോർട്ടിൽ ഏതായാലും പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് മലയാള മനോരമ. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ മാതൃഭൂമി ആരുടെ പണം എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഒന്നാം പേജ് തുടങ്ങുന്നത്. സ്പോൺസറുടെ അക്കൗണ്ടിൽ മെസ്സി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തയാണ്. സ്പോൺസറുടെ അക്കൗണ്ടിൽ എത്തിയത് 206 കോടി. ആരുടെ പണം എന്നാണ് ചോദിക്കുന്നത്. കാരണം സ്പോൺസർ കൈമാറിയ തുക ദുരൂഹ ഉറവിടത്തിൽ നിന്ന് അന്വേഷണ സംഘം എന്ന കാര്യമാണ് പറയുന്നത്. പുറമേ നിന്നുള്ള 2 ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നാണ് ഇതെന്നാണ് കണ്ടെത്തൽ. GSTയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിന് നിഗമനം എന്ന കാര്യം കൂടി പറയുന്നു. കാരണം പുറമേ നിന്നുള്ള 2 ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നാണ് വലിയ തോതിൽ പണമെത്തിയത്. ഇത് നികുതിദായകന്റെ സ്വന്തം ബിസിനസ് വരുമാനത്തിൽ നിന്നോ അല്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്ന കാര്യം കൂടി ഇപ്പോൾ ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുകയാണ്. ഒപ്പം തന്നെ ഫെമ ലംഘനവും പരിശോധിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ആ റിപ്പോർട്ടിൽ വിശദമായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട്. മൂവാറ്റുപുഴ ജില്ലയ്ക്ക് പച്ചക്കൊടി എന്നുള്ള വാർത്ത ഒന്നാം പേജിലാണ് നൽകിയിട്ടുള്ളത്. ഏതായാലും മാതൃഭൂമി മൂവാറ്റുപുഴക്കാർക്കുള്ള ഓണ സമ്മാനം അതിർത്തി പുനർനിർണയ കമ്മീഷൻ രൂപവൽക്കരിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണം സഹിതമാണ് ആ വാർത്ത ഏതായാലും നൽകിയിട്ടുള്ളത്. ഉൾപേജിലേക്ക് 2 ജാക്കറ്റ് സഹിതമാണ് ഒന്നാം പേജ്. അത് തന്നെ ഒന്നാം പേജ് എന്ന് തന്നെ പറയാം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് NDA സംസ്ഥാനങ്ങൾ ഒരുങ്ങുന്നു എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടു കൂടി നൽകിയിട്ടുണ്ട് ഏതായാലും
മാതൃഭൂമി, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന അജണ്ട സജീവമാക്കി BJPയും NDAയും 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് NDA മുന്നോട്ട് പോകുന്നത് എന്ന കാര്യമാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. ഒപ്പം തന്നെ അടുത്ത 2 വർഷം എത്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. 3 വർഷത്തിനിടെ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട സംസ്ഥാനങ്ങളും നിലവിൽ ഭരിക്കുന്ന കക്ഷികളും തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. ഗോവ, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, മണിപ്പൂർ, ഉത്തർപ്രദേശ് അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ 2027 തെരഞ്ഞെടുപ്പുണ്ട്. ത്രിപുര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ 2028 തെരഞ്ഞെടുപ്പിലേക്ക് പോകും. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പവും അതിനുശേഷവും നടക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ കണക്കുമൊക്കെ തന്നെയാണ് വിശദമായി തന്നെ ആ റിപ്പോർട്ടിൽ നൽകുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും മാതൃഭൂമി. ഒപ്പം തന്നെ VD സതീശൻ സർക്കാരിന് 100 ദിവസം നാളെ തികയുകയാണ്. VD സതീശൻ സർക്കാരിന്റെ 100ാം ദിനം നാളെ എന്ന കാര്യമാണ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ഈ വാർത്ത മലയാള മനോരമയും 1ാം പേജിൽ തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ മാതൃഭൂമിയിലും വിശദമായ ആ റിപ്പോർട്ടുണ്ട്. ഒപ്പം തന്നെ നടപ്പാക്കിയ കാര്യങ്ങൾ എന്തൊക്കെ, പ്രിയദർശിനി സ്ത്രീകൾക്ക് KSRTC സൗജന്യ യാത്ര, ആശാ വർക്കർമാർക്ക് ഓണറേറിയം വർദ്ധിപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടപ്പാക്കിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. കർമ്മ പദ്ധതികളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. കയ്യടി നേടിയ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. PMC അടക്കമുള്ള കാര്യങ്ങളിൽ കാലിടറി എന്ന കാര്യം കൂടി പറഞ്ഞുകൊണ്ട് വിശദമായി തന്നെയാണ് ആ റിപ്പോർട്ട് ഏതായാലും മാതൃഭൂമിയും തയ്യാറാക്കിയിട്ടുള്ളത്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ അവിടെ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള സുപ്രീം കോടതിയുടെ വിധിയുടെ കാര്യത്തിൽ അത് പറഞ്ഞുകൊണ്ടാണ് 1ാം പേജ് ലീഡ് വാർത്തയായി നൽകിയിട്ടുള്ളത്. തൊഴിലാളികളെ ചൂഷണത്തിലേക്ക് തള്ളിവിടും വ്യവസായ നിർവചനത്തിൽ ജസ്റ്റിസ് നാഗരത്നയുടെ ഭിന്നവിധി ശ്രദ്ധേയം എന്നാണ് പറയുന്നത്. വ്യവസായ നിർവചനം തിരുത്തി എഴുതിയ സുപ്രീം കോടതിയുടെ 9 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയോട് ശക്തമായി വിയോജിച്ച് ജസ്റ്റിസ് BV നാഗരത്നയുടെ ഭിന്നവിധി തൊഴിലാളികളുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതാണ് എന്നാണ് ദേശാഭിമാനി പറയുന്നത്. കാരണം 157 പേജുള്ള ഭിന്നവിധിയിൽ ജസ്റ്റിസ് നാഗരത്ന മുന്നറിയിപ്പ് നൽകുന്നത് തൊഴിലാളികളെ വലിയ ചൂഷണത്തിലേക്ക് തള്ളിവിടും എന്നുള്ളതാണ്. ഒപ്പം തന്നെ ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ വിധി ഇപ്പോൾ എന്തിന് പൊളിച്ചെഴുതുന്നു എന്ന് അതിൽ ചോദിക്കുന്ന കാര്യമൊക്കെ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് 1ാം പേജിലെ റിപ്പോർട്ടിൽ. മറ്റൊന്ന് പാലക്കാട് ഡിവിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തയാണ് 1ാം പേജിൽ നൽകിയിട്ടുള്ളത്. പാലക്കാട് വെട്ടിമുറിക്കൽ നീക്കം 2 വർഷം മുൻപേ നടത്തിയതാണ് എന്ന കാര്യമാണ് പറയുന്നത്. അന്ന് പക്ഷേ ഈ നീക്കം അറിഞ്ഞ ശേഷം V ശിവദാസൻ MP യും അന്നത്തെ മന്ത്രിമാരായിരുന്ന V അബ്ദുറഹ്മാനും MB രാജേഷും കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കത്തയച്ചു. LDF സർക്കാരും എതിർത്തു. അതോടെയാണ് റെയിൽവേ മന്ത്രാലയം പിന്മാറിയത്. പക്ഷേ UDF സർക്കാർ വന്നതോടെ റെയിൽവേ ഡിവിഷൻ വെട്ടിമുറിച്ചാൽ ഒന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പ് ലഭിച്ചു. കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരും സമ്മർദ്ദം ചെലുത്തി എന്ന കാര്യമാണ് അതിനകത്ത് നൽകുന്നത്. ഒപ്പം തന്നെ നാഗർകോവിൽ മധുര ഡിവിഷനിലേക്കോ എന്ന ചോദ്യം കൂടി ഉന്നയിക്കുന്നുണ്ട്. തിരുവനന്തപുരം ഡിവിഷന്റെ ഭാഗമായ തമിഴ്നാട്ടിലെ നാഗർകോവിൽ ഭാഗം മധുര ഡിവിഷനിലേക്ക് മാറ്റണം എന്ന ആവശ്യവും ഇപ്പോൾ ശക്തമാണ്. തമിഴ്നാട്ടിലെ BJP ഘടകം റെയിൽവേ മന്ത്രിക്ക് അപേക്ഷ നൽകി. 79 ഒക്ടോബർ 2 തിരുവനന്തപുരം ഡിവിഷൻ രൂപീകരിച്ചപ്പോഴാണ് നാഗർകോവിൽ, കന്യാകുമാരി എന്നിവയെ കൂട്ടിച്ചേർത്ത എന്ന കാര്യം കൂടി പറയുന്നു. അപ്പോൾ നാഗർകോവിൽ കൂടി നഷ്ടപ്പെടുമോ എന്ന ചോദ്യമാണ് ദേശാഭിമാനി 1ാം പേജിൽ ഏതായാലും ചോദിക്കുകയും ചെയ്യുന്നത്. വീക്ഷണത്തിലേക്ക് വരുമ്പോൾ അവിടെ CPM CPI തർക്കം തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്ത. കടുപ്പം കൂട്ടി ഒരു കട്ടൻ ചായയുടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. അതിൽ ആ ഗ്ലാസിന് പുറത്ത് CPI എന്ന് എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഉപനേതാവ് തർക്കം, CPI കടുത്ത നിലപാടിലേക്ക് നീങ്ങുന്നു, അതൃപ്തികൾ പരിഗണിക്കേണ്ടതില്ലെന്നാണ് CPM-ൽ ധാരണ എന്നുകൂടി ആ വാർത്തയിൽ ഏതായാലും പറഞ്ഞു വെക്കുകയാണ്. ചന്ദ്രികയിലേക്ക് വരുമ്പോഴും അവിടെയും കടും വെട്ടിന് CPI എന്നുള്ളത് തന്നെയാണ് തലക്കെട്ട്. അതായത് വീക്ഷണത്തോട് ചേർന്ന് നിൽക്കുന്ന ആ വാർത്ത തന്നെയാണ് 1ാം പേജിൽ അവരുടെ ഏറ്റവും ലീഡ് വാർത്തയായി നൽകിയിട്ടുള്ളത്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം കടും വെട്ടിന് CPI, മുന്നണി യോഗവും പാർലമെന്ററി പാർട്ടി യോഗവും ബഹിഷ്കരിക്കാൻ ആലോചന, നിയമസഭയിൽ പ്രത്യേക ബ്ലോക്ക് ആവണമെന്നും CPI നേതാക്കൾ എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ അവിടെ മെസ്സിയുടെ പേരിൽ തട്ടിപ്പ്, പിന്നിൽ ഹവാല ഇടപാട്, GST ശുപാർശ, പിണറായി മുക്കി എന്നാണ് വാർത്ത നൽകിയിട്ടുള്ളത്. 2 വിദേശ കമ്പനികളിലെ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നായി സ്പോൺസർഡ് അക്കൗണ്ടിലേക്ക് എത്തിയത് 206 കോടി രൂപയാണെന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു ഏതായാലും ജന്മഭൂമി. അവിടെ നിന്ന് മാധ്യമത്തിലേക്ക് വരുമ്പോൾ മാധ്യമം ഒരു സ്പെഷ്യൽ റിപ്പോർട്ടായാണ് 1ാം പേജിൽ നൽകിയിട്ടുള്ളത്. മറ്റു പത്രങ്ങളിൽ നമ്മൾ ഈ വാർത്ത കണ്ടിട്ടില്ല. കാരണം 6 ദിവസത്തിലൊരിക്കൽ ഒരു ഹാക്കിംഗ് ശ്രമം പൂട്ടില്ലാതെ സൈറ്റുകൾ എന്നാണ് പറയുന്നത്. 10 വർഷത്തിനിടെ സംസ്ഥാന സർക്കാർ സൈറ്റുകൾക്കെതിരെ 600 സൈബർ ആക്രമണങ്ങൾ നടന്നു എന്നാണ് ആ വാർത്തയിൽ പറയുന്നത്. ഡിജിറ്റൽ ഗവേഷണ രംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങളിലും സുരക്ഷയിലും കടുത്ത വെല്ലുവിളി ഉയർത്തി സർക്കാർ പോർട്ടലുകൾക്കും വെബ്സൈറ്റുകൾക്കും നേരെയുള്ള സൈബർ കടന്നുകയറ്റങ്ങൾ കുതിച്ചുയരുന്നു എന്നാണ് പറയുന്നത്. 10 വർഷത്തിനിടെ 600ഓളം ഹാക്കിംഗ് ശ്രമങ്ങൾ സർക്കാർ വെബ്സൈറ്റുകൾക്ക് നേരെ നടന്നുവെന്നാണ് സർക്കാരിന്റെ തന്നെ കണക്ക്. ഓരോ 6 ദിവസവും ഒരു ഹാക്കിംഗ് ശ്രമം നടന്നുവെന്ന് എന്നാണ് ആ റിപ്പോർട്ടിൽ ഏതായാലും മാധ്യമം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്.
ദീപികയിലേക്ക് വരുമ്പോൾ അവിടെ വിദേശയാത്ര സുഗമമാക്കാൻ പുതിയ പരിഷ്കാരം എന്ന വാർത്ത ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. ബോർഡിംഗ് പാസുകളിൽ ഇമിഗ്രേഷൻ സീൽ ഇനിയില്ല എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്ന യാത്രക്കാർ ആശ്വാസമാവുകയാണ്. പേപ്പർ ബോർഡിംഗ് പാസുകളിൽ ഇമിഗ്രേഷൻ മുദ്ര പതിപ്പിക്കുന്നത് അവസാനിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം തീരുമാനമെന്നാണ് പറയുന്നത്. യാത്രക്കാർക്ക് സ്മാർട്ട് ഫോണിലൂടെ ഈ ബോർഡിംഗ് പാസ് ഉപയോഗിച്ച് ഇമിഗ്രേഷൻ ക്ലിയറൻസ് പൂർത്തിയാക്കാൻ സാധിക്കുന്ന തരത്തിലാണ് പുതിയ മാറ്റം എന്നുകൂടി പറയുന്നു. സെപ്റ്റംബർ 1 പരിഷ്കാര രീതി പ്രാബല്യത്തിൽ വരും എന്നുകൂടി അതിനകത്ത് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ അവിടെ ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. കൗമുദി സ്പെഷ്യൽ ആയിട്ടാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. കട്ടിളപ്പാളി കേസ് ഉന്നതരിലേക്കില്ല. കുറ്റപത്രം 2 ആഴ്ചക്കകം സമർപ്പിക്കും. അന്വേഷണം പൂർത്തിയായി. ദ്വാരപാലക കേസിലെ കുറ്റപത്രം പിന്നീട് സമർപ്പിക്കും എന്ന കാര്യമാണ് ആ റിപ്പോർട്ടിൽ ഏതായാലും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. നമ്മൾ എഡിറ്റോറിയൽ പരിശോധിക്കുന്നത് മലയാള മനോരമയുടെ എഡിറ്റോറിയലാണ്. അവിടെ പാലക്കാട് ഡിവിഷൻ വീണ്ടും വെട്ടിമുറിച്ച നടപടി തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. കേരളത്തോട് ഈ ചതി ചെയ്യരുത് എന്നാണ് അതിന്റെ തലക്കെട്ട്. പാലക്കാട് റെയിൽവേ ഡിവിഷനെ വീണ്ടും തളർത്തുന്നത് അപലപനീയം എന്ന് മലയാള മനോരമ പറയുന്നു. കേന്ദ്രത്തിന്റെ ഓണ സമ്മാനം അപ്രതീക്ഷിതം മാത്രമല്ല, അങ്ങേയറ്റം അപലപനീയവും പ്രതിഷേധാർഹവുമാണ്. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി നടപ്പാക്കില്ലെന്ന് ഉറപ്പായതിന് തൊട്ടു പിന്നാലെയാണ് പാലക്കാട് ഡിവിഷൻ വെട്ടിമുറിക്കാനുള്ള തീരുമാനം. കേരളത്തിലുണ്ടാകേണ്ട റെയിൽവേ വികസന പ്രവർത്തനങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്ന നടപടിയാണെന്നതിൽ സംശയമില്ല എന്ന കാര്യം കൂടി മലയാള മനോരമ ഏതായാലും പറഞ്ഞു വെക്കുകയാണ്. ഏതായാലും ഇന്നത്തെ പ്രസ് സ്റ്റോപ്പ് അവസാനിക്കുകയാണ്. വീണ്ടും സേതുവിലേക്ക്.